നമസ്കാരം. ഓം നമ ശിവായ ചാനലിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ പ്രീതിക്കും മനസമാധാനത്തിനും ഐശ്വര്യത്തിനുമായി ജപിക്കാവുന്ന ശ്രീകൃഷ്ണ ദ്വാദശ നാമാവലി 12 നാമങ്ങളാണ് ഇതിലുള്ളത്. 12 മന്ത്രങ്ങൾ ദിവസവും 21 തവണ ജപിക്കാവുന്നതാണ്. 21 ദിവസം 41 ദിവസം തുടർച്ചയായി ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ശത്രുദോഷവും ദൃഷ്ടിദോഷവും എല്ലാം മാറുന്നതാണ്. ദ്വാദശ നാമാവലി. ഓം ഹരയേ നമഃ. ഓം കേശവായ നമഃ. ഓം പത്മനാഭായ നമഃ. ഓം വാമനായ നമഃ. ഓം വേദഗർഭായ നമഃ. ഓം മധുസൂദനായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം വരാഹായ നമഃ. ഓം പുണ്ഡരീകാക്ഷായ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം കൃഷ്ണായ നമഃ. ഓം ശ്രീധരായ നമഃ. ഓം ഹരയേ നമഃ. ഓം കേശവായ നമഃ. ഓം പത്മനാഭായ നമഃ. ഓം വാമനായ നമഃ. ഓം വേദഗർഭായ നമഃ. ഓം മധുസൂദനായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം വരാഹായ നമഃ. ഓം പുണ്ഡരീകാക്ഷായ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം കൃഷ്ണായ നമഃ. ഓം ശ്രീധരായ നമഃ. ഓം ഹരയേ നമഃ. ഓം കേശവായ നമഃ. ഓം പത്മനാഭായ നമഃ. ഓം വാമനായ നമഃ. ഓം വേദഗർഭായ നമഃ. ഓം മധുസൂദനായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം വരാഹായ നമഃ. ഓം പുണ്ഡരീകാക്ഷായ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം കൃഷ്ണായ നമഃ. ഓം ശ്രീധരായ നമഃ. ഓം ഹരയേ നമഃ. ഓം കേശവായ നമഃ. ഓം പത്മനാഭായ നമഃ. ഓം വാമനായ നമഃ. ഓം വേദഗർഭായ നമഃ. ഓം മധുസൂദനായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം വരാഹായ നമഃ. ഓം പുണ്ഡരീകാക്ഷായ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം കൃഷ്ണായ നമഃ. ഓം ശ്രീധരായ നമഃ. ഓം ഹരയേ നമഃ. ഓം കേശവായ നമഃ. ഓം പത്മനാഭായ നമഃ. ഓം വാമനായ നമഃ. ഓം വേദഗർഭായ നമഃ. ഓം മധുസൂദനായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം വരാഹായ നമഃ. ഓം പുണ്ഡരീകാക്ഷായ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം കൃഷ്ണായ നമഃ. ഓം ശ്രീധരായ നമഃ. ദ്വാദശ അക്ഷരി മന്ത്രം 12 അക്ഷരങ്ങളുള്ള മൂലമന്ത്രം കൂടി ജപിക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാദശ നാമങ്ങളുടെ അർത്ഥം. ഓരോ നാമവും ഭഗവാന്റെ ഓരോ വിശേഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹരി പാപങ്ങളെ ഹരിക്കുന്നവൻ. കേശവൻ മനോഹരമായ കേശത്താൽ അലങ്കൃതനായവൻ. കേശി എന്ന അസുരനെ വധിച്ചവൻ. പത്മനാഭൻ നാഭിയിൽ താമരയുള്ളവൻ. വാമനൻ വാമനനായി അവതരിച്ചവൻ. വേദഗർഭൻ വേദങ്ങളുടെ ഉറവിടമായവൻ. മധുസൂദനൻ മധു എന്ന അസുരനെ വധിച്ചവൻ. വാസുദേവൻ വാസുദേവരുടെ പുത്രൻ. വരാഹൻ വരാഹമായി അവതരിച്ചവൻ. പുണ്ഡരീകാക്ഷൻ താമര ഇതൾ പോലെയുള്ള കണ്ണുകളുള്ളവൻ. ജനാർദ്ദനൻ ഭക്തരുടെ ദുഃഖങ്ങൾ മാറ്റുന്നവൻ. കൃഷ്ണൻ ഭക്തരുടെ മനസ്സിനെ ആകർഷിക്കുന്നവൻ. ശ്രീധരൻ മഹാലക്ഷ്മിയെ ഹൃദയത്തിൽ ധരിക്കുന്നവൻ. പാപനാശം. ഈ 12 നാമങ്ങൾ ദിവസവും കേൾക്കുന്നത് ജന്മാന്തര പാപങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. മാനസിക സമാധാനം, മാനസിക സംഘർഷം കുറയ്ക്കാനും മനസ്സിന് ശാന്തി നൽകാനും ഇത് ഉത്തമമാണ്.
ഭാഗ്യലബ്ധി, ഐശ്വര്യവും ഭാഗ്യ അനുഭവങ്ങളും വർദ്ധിക്കാനും ദ്വാദശി മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ദ്വാദശി തിഥി ദിവസം ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. ഈ മന്ത്രങ്ങൾ വിഷ്ണു ദ്വാദശ നാമ പുഷ്പാഞ്ജലിയായി ക്ഷേത്രങ്ങളിൽ വഴിപാടായിട്ടും സമർപ്പിക്കാറുണ്ട്. എല്ലാവരും ഭക്തിയോടുകൂടിയിട്ട് ഈ മന്ത്രങ്ങളെല്ലാം കേൾക്കാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.